താലി. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. ഓർമ്മകളിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റാത്തൊരവസ്ഥ. ചിന്തകളിൽ അതുമാത്രം വന്നു തുടങ്ങിയതും ആർജിച്ചു വെച്ചിരുന്ന ധൈര്യം കണ്ണുനീരായി അവളിൽ നിന്നും അകന്നു തുടങ്ങി. ഓരോ തവണയും അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഓർമ്മകൾ മനഃപൂർവ്വമായി ഉള്ളിലേക്ക് തള്ളിക്കയറാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ പാടെ തളർന്നു. ക്ഷേത്രത്തിൽ നിന്നും യാത്ര തുടങ്ങി കുറെ കഴിഞ്ഞിട്ടും അനക്കമൊന്നും കേൾക്കാതിരുന്നപ്പോഴാണ് അവളോട് എന്തോ ചോദിക്കാൻ വേണ്ടി ശ്രീ അവളെ വിളിക്കാൻ തുടങ്ങുന്നത്. കൈകൾ മുറുക്കി പിടിച്ച് കരച്ചിലിന്റെ ശബ്ദം പോലും പുറത്തേക്ക് വരാതിരിക്കാൻ പാടുപെടുന്നവളെ കണ്ടതും അവൻ ഞെട്ടിപ്പോയി. ഭയാശങ്കങ്ങളെ പുറത്തു കാട്ടാതെ അവൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി. ദേവാ. തോളിലേക്ക് അമർന്ന തന്റെ കയ്യിൽ മുഖം അമർത്തി വിതുമ്പി കരയുന്നവളെ കാണുമ്പോൾ ആലംബം നഷ്ടമായ തോണിക്കാരന് കിട്ടിയ കച്ചിത്തുരുമ്പ് പോലെയാണ് സ്വയം അവന് തോന്നിയത്. എന്താ ദേവാ, എന്തിനാ നീ കരയുന്നേ? സീറ്റ് ബെൽറ്റ് അടർത്തി മാറ്റി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ അവളുടെ കണ്ണുനീർ തീർക്കുന്ന ചൂടിൽ ആ ഹൃദയം പൊള്ളുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. അവന്റെ കണ്ണും നിറഞ്ഞു. ഓർമ്മകളിലാണ് നീയെന്നറിയാം ദേവ. പക്ഷേ ഇപ്പോഴും അതൊക്കെ നിന്നെ ഇത്രയും ആഴത്തിൽ കുത്തി നോവിക്കുന്നുണ്ടോ പെണ്ണെ? ചോദ്യം തന്നോട് തന്നെ ആയതുകൊണ്ടാവും ഉത്തരമില്ലാത്ത പോലെ ഹൃദയം പിടഞ്ഞത്. ദേവാ. വെറുമൊരു നെടുവീർപ്പമാണതെന്ന് അവന് തോന്നി. അതറിഞ്ഞ പോലെ അവൻ പതിയെ ആ മുടികളിൽ തലോടി കൊടുത്തു. കുറെ നേരം കൂടെ അതുപോലെ ഇരുന്നിട്ടാണ് മിത്തു സീറ്റിലേക്ക് ചാഞ്ഞിരുന്നത്. സൈഡിലിരുന്ന വെള്ളം അവൾക്കായി തുറന്നു കൊടുത്തതും ആർത്തിയോടെ അവൾ അത് വാങ്ങിക്കുടിച്ചു. ധൃതി കുറച്ചു കൂടിപ്പോയതുകൊണ്ടാകും തുളുമ്പിപ്പോയ വെള്ളം സാരിയുടെ മുൻഭാഗം മുഴുവനും നനയിച്ചത്. ഇടയ്ക്കത് നെറുകയിലും കയറി. ദേവാ, എന്തിനാ നിനക്ക് ഇത്രയും വെപ്രാളം? അവളുടെ കയ്യിൽ നിന്നും കുപ്പി വാങ്ങി ടിഷ്യൂ കയ്യിലേക്ക് കൊടുത്തുകൊണ്ടായിരുന്നു ചോദ്യം. നിറ കണ്ണുകളായിരുന്നു അതിനും മറുപടി. ലുക്ക് ദേവാ, നിനക്ക് ആര്യനെ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് അയാളെ കാണാൻ പോകണ്ട. ഇത്രയും പ്രഷർ ഉള്ളിലിട്ടൊരു കൂടിക്കാഴ്ച വേണ്ടടോ. നമുക്ക് തിരിച്ചു പോകാം. സ്റ്റിയറിംഗിലോട്ട് അവൻ കൈവച്ചതും മിത്തു അവന്റെ കൈക്ക് മുകളിലേക്ക് കൈവച്ചു. വേണ്ടെന്നുള്ള അർത്ഥത്തിൽ പതിയെ തല ചലിപ്പിച്ചു. ശ്രീ അവളെ തന്നെ നോക്കിയിരുന്നു. എന്താ ദേവ നിന്റെ മനസ്സിൽ? ചിലപ്പോഴൊക്കെ തോന്നും നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. പക്ഷെ ചില നേരം ഒട്ടും മനസ്സിലാവുന്നില്ലടോ. അവന്റെ വാക്കുകളിൽ കരുതലിനും അപ്പുറം മുന്നിട്ട് നിന്നത് നിസ്സഹായതയായിരുന്നു. മിത്തു അപ്പോഴും അവന്റെ കണ്ണിലേക്ക് നോക്കിയിരുന്നതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. ദേവാ, ആര്യനെ കാണാൻ വരാമെന്നുള്ളത് നിന്റെ തീരുമാനമായിരുന്നില്ലേ? അത് കേട്ടപ്പോ ഇന്നത്തോടെ പലതിനും അവസാനമാകുമല്ലോ എന്ന് ഞാനും കരുതിയ ഈ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ ഇപ്പോ നിന്നെ ഇങ്ങനെ കാണുമ്പോ സത്യം പറയാലോ മോളെ, ഈ യാത്ര വേണ്ടായിരുന്നു എന്ന് പോലും തോന്നുക എനിക്ക്. നമ്മുടെ കല്യാണത്തിന്റെ അന്ന് പോലും വളരെ ധൈര്യമായി അവനെയും ആ സിറ്റുവേഷൻസിനെയും ഒക്കെ ഫേസ് ചെയ്തവളാണ് നീ. എന്നിട്ടിപ്പോ എന്താടി നീ ഇങ്ങനൊക്കെ? അവളുടെ കവിളിലേക്ക് കൈ ചേർത്ത് പറയുമ്പോൾ അവന്റെ സ്വരം അത്രയും ആർദ്രമായിരുന്നു. ആ കണ്ണുകളിൽ മിന്നിമറയുന്ന ഭാവങ്ങളിൽ അവൾ തളർന്നു. നോട്ടം മറ്റെവിടേക്കോ ആക്കിയവൾ പതിയെ പറഞ്ഞു തുടങ്ങി. നമ്മുടെ കല്യാണം മൊത്തത്തിലൊരു അഭിനയമായിരുന്നില്ലേ ശ്രീയേട്ടാ? പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിനായി നമ്മളെ രണ്ടാളും കെട്ടയാടിയ നാടകം. അന്നവിടെ കൂടിയ എല്ലാവർക്കും വേണ്ടിയിരുന്നത് എന്റെ വിടർന്ന മുഖവും സന്തോഷം നിറഞ്ഞ ചിരിയുമായിരുന്നു. കുറച്ചു നേരത്തേക്കാണെങ്കിലും ഞാനും ആ മുഖംമൂടിക്ക് പുറകിൽ ഒളിച്ചു. പക്ഷേ ഉള്ളിൽ ഞാൻ എത്രമാത്രം തകർന്നാണ് നിന്നതെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ഒരുപക്ഷെ എന്റെ സതിയമ്മയ്ക്കും. വിഷാദം നിറഞ്ഞ ചിരിയോടെ അവളൊന്ന് പുഞ്ചിരിച്ചു. ശ്രീയേട്ടാ, ഒരിക്കൽ എന്നോട് ചോദിച്ചില്ലേ അപ്പേണ്ണെന്താ എന്നെ വേണ്ടേന്ന് വെച്ചെന്ന്? പെട്ടെന്നായിരുന്നു അവളുടെ ഭാഗത്തു നിന്നും ആ ചോദ്യം. ഏ? അവളിൽ നിന്നും പ്രതീക്ഷിക്കാത്തത് പെട്ടെന്ന് കേട്ടതുകൊണ്ടാകും അവനും ശരിക്കും ഞെട്ടിപ്പോയത്. അറിയുമോ ശ്രീയേട്ടാ? ഇല്ലെന്നവൻ തലയാട്ടി. അവൾ ഒന്നുകൂടി അവനെ നോക്കി. സത്യം ദേവാ, കൂടുതലൊന്നും എനിക്കറിയില്ല. അമ്മ അങ്ങനെ വിശദമായി ഒന്നും പറഞ്ഞിട്ടുമില്ല, ഞാനായി ചോദിച്ചിട്ടുമില്ല. ആ സമയമൊക്കെ ഞാനും വല്ലാത്ത പ്രശ്നങ്ങളിലായിരുന്നല്ലോ. പഴയ ഓർമ്മകളിൽ അവനൊന്ന് ചിരിച്ചു. ഉള്ളിലെ വിഷാദം അതുപോലെ മുഖത്ത് തെളിഞ്ഞു. ശരിയാണ്, ആ സമയം ശ്രീയേടനും സതിയമ്മയും ഒക്കെ സ്നേഹയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വക്കീലും കേസും ഒക്കെയായി നടപ്പായിരുന്നു. എന്നിട്ടും എല്ലാത്തിനും ഓടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലെപ്പോഴോ ശ്രീയേട്ടൻ തന്നെ കാണാൻ വന്നപ്പോഴായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. ഡിവോഴ്സ്? നീ ശരിക്കും ആലോചിച്ചിട്ടാണോ ദേവ എന്ന്? ഒരുപക്ഷെ അന്ന് ആ സാഹചര്യം വളരെ അടുത്തറിഞ്ഞ ആളായതുകൊണ്ടാവും ആ ഒരു ഉത്കണ്ഠ തന്റെ കാര്യത്തിലും പ്രകടിപ്പിച്ചത്. പക്ഷെ അന്നെന്തോ അവനോടൊന്നും പറയാൻ തോന്നിയിരുന്നില്ല. കൂടുതൽ എന്തെങ്കിലും ചോദിച്ചു തന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ അവനും ശ്രമിച്ചില്ലെന്നുള്ളത് അന്നൊരു വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ ഇന്ന് അവനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ തോന്നുന്നു. ഉള്ളിൽ ഇതുവരെ അടക്കി നിർത്തിയ വിഷമങ്ങൾ അവനോടും കൂടി പങ്കുവെക്കാൻ മനസ്സൊരുങ്ങിയിരിക്കുന്നു.
ഒരുപക്ഷെ അവന്റെ ഇന്നുവരെയുള്ള കരുതലാകും അതിനുള്ള കാരണം. അല്ലെങ്കിൽ അവൻ മനസ്സറിഞ്ഞു ചാർത്തിയ മഞ്ഞലോഹത്തിന്റെ മാന്ത്രികത. അവൾ താലിയിൽ മുറുക്കി പിടിച്ചു. അവൾക്ക് എന്താകും പറയാനുള്ളതെന്ന ആകാംക്ഷയിൽ നിന്നവന് ആ കാഴ്ച മനസ്സിനേക്കിയ കുളിര് ചെറുതായിരുന്നില്ല. ഉള്ളിൽ ഉരുവായ പുഞ്ചിരി ചൊടിയിലായി വന്നു നിന്നു. പക്ഷെ മിത്തു അത് കണ്ടില്ല. അവൾ ആദ്യം മുതൽ സ്വന്തം ജീവിതത്തിൽ നടന്നതോരായെന്നായി അവനോട് പറഞ്ഞു തുടങ്ങി. അവസാനം അവൻ ആ രാത്രി വിളിച്ച് പരാതി പറഞ്ഞത് ഉൾപ്പെടെ. ഉം എന്നിട്ട് എന്നിട്ടെന്താ ശ്രീയേട്ടാ, ഞാൻ എപ്പോഴൊക്കെ അപ്പേണ്ണെ വിളിക്കാൻ എന്റെ സാഹചര്യം പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. ഒരു ഭാഗത്ത് ജീവിതത്തിലേക്ക് പതിയാണെങ്കിലും തിരിച്ചു വന്നുകൊണ്ടിരുന്ന അച്ഛൻ, മറുഭാഗത്ത് ജീവിതം കൊടുത്ത് ഞാൻ സ്നേഹിച്ച എന്റെ ഭർത്താവ്. രണ്ടിലൊരാളെ തിരഞ്ഞെടുക്കണമെന്നായിരുന്നു എന്റെ മുന്നിലുള്ള ആവശ്യം. കഴിയുമായിരുന്നില്ല. അവളൊന്ന് നെടുവീർപ്പെട്ടു. ഒരാളെ മറ്റൊരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ, അല്ലെങ്കിൽ ഒരാളെ മാത്രം ചേർത്ത് പിടിക്കാൻ എനിക്കൊരിക്കലും സാധിക്കുന്നില്ല എന്നുള്ള അറിവിൽ അവര് കളിച്ച ചൂതാട്ടത്തിലെ വെറും പകിടം മാത്രമായിരുന്നു എന്റെ അപ്പേട്ടൻ. അതറിഞ്ഞിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കണ്ണുകൾ പിന്നെയും നിറഞ്ഞു തുളുമ്പി. എന്റെ എല്ലാ അവസ്ഥയും അറിയുന്ന അപ്പ മാമന്റെ കാല് വരെ പിടിച്ചു പറഞ്ഞു നോക്കി. അപ്പേട്ടനെ എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലേക്ക് കൊണ്ടുപോയി എന്നോടൊന്ന് സംസാരിപ്പിക്കാൻ. അപ്പയുടെ കണ്ണുനീരിന് മുന്നിൽ എപ്പോഴോ മാമനൊരു അലിവ് തോന്നിയതുകൊണ്ടാകും മാമൻ അവരോട് സംസാരിക്കാം എന്ന് സമ്മതിച്ചു. പക്ഷെ അതൊരു ഭൂകമ്പത്തിലാണ് അവസാനിച്ചത്. അവരത് സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, അപ്പയുടെ കുടുംബജീവിതം ഇതിന്റെ പേരിൽ പ്രശ്നത്തിലാക്കാൻ തുടങ്ങി. ഇതിനിടയിൽ അപ്പയുടെ മോള് മീനൂട്ടി എന്നെ കുറെ വിളിച്ച് കരയുകയും പറയുകയും ചെയ്തു. ഞാൻ ഇനി അപ്പയുടെ അടുത്ത് അപ്പേണ്ണെ തിരക്കി വിളിക്കല്ലേ എന്നവൾ കാല് പിടിച്ച് അപേക്ഷിച്ചപ്പോൾ എല്ലാം സമ്മതിച്ചു കൊടുക്കാനേ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ. ഏങ്ങലടിയിൽ വാക്കുകൾ മുറിയുന്നവളെ സഹതാപത്തോടെ അവൻ നോക്കിയിരുന്നു. ആകെ മുങ്ങി നിൽക്കുന്ന ഞാൻ കാരണം മറ്റൊരു കുടുംബം കൂടി തകരേണ്ടത് തീരുമാനിക്കുമ്പോഴും സങ്കടം എന്റെ അപ്പേട്ടൻ എന്നെ മനസ്സിലാക്കിയില്ലോ എന്ന് ആലോചിച്ച് മാത്രമായിരുന്നു ശ്രീയേട്ടാ. ശബ്ദമില്ലാതെ കരഞ്ഞുകൊണ്ട് മുഖം പൊത്തിയവൾ കുനിഞ്ഞിരുന്നു. ദേവാ, മതി, ഇങ്ങനെ കരയാനാണെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട. വാ, തിരിച്ചു പോകാം. വേണ്ട ശ്രീയേട്ടാ, നമുക്ക് പോകാം. എങ്കിൽ നീ ഈ കരച്ചിൽ നിർത്തിക്കണം. അല്ലാതെ നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട. അവൻ പറഞ്ഞത് സമ്മതിക്കുന്ന പോലെ അവൾ കണ്ണുകൾ തുടച്ചു. എന്നിട്ട് പിന്നെ നീ അവനെ വിളിച്ചില്ലേ? വിളിച്ചു. പക്ഷെ അപ്പോഴേക്കും ഒക്കെ കൈവിട്ടു പോയിരുന്നു. ഞാൻ എന്തു പറഞ്ഞാലും മനസ്സിലാകാത്ത വിധത്തിലേക്ക് ആ അച്ഛനും അമ്മയും മോനെ പറഞ്ഞു തിരിച്ചിരുന്നു. അതിനുശേഷം അപ്പേട്ടൻ 2 തവണ കൂടി എന്നെ വിളിച്ചു. അതിൽ ആദ്യത്തെ തവണ പുള്ളിയുടെ അടുക്കിലേക്ക് വരാൻ താല്പര്യമില്ലെന്ന് മാമനെ കൊണ്ട് പറയിപ്പിച്ചത് എന്തിനാന്ന് ചോദിക്കാനായിരുന്നു. മീനൂട്ടി പറഞ്ഞ് കുറെയൊക്കെ അറിയുന്ന എനിക്കെന്തുകൊണ്ടോ അത് നിഷേധിക്കാൻ തോന്നിയില്ല. എന്റെ മൗനം ആളെ ചൊടിപ്പിച്ചതുകൊണ്ടാകും ഫോൺ കട്ട് ചെയ്തു പോയി. നീ എന്തിനാ ദേവ അങ്ങനെ ചെയ്തേ? അവൻ ഇങ്ങോട്ട് വിളിച്ചപ്പോഴെങ്കിലും നിനക്ക് നിന്റെ നിരപരാധിത്വം പറഞ്ഞുകൂടായിരുന്നോ? ശ്രീയുടെ സ്വരം ദേഷ്യത്തിൽ മുറുകി. മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണുകൊണ്ടെങ്കിലും എന്നെ വിശ്വസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ മുന്നിലല്ലേ ശ്രീയേട്ടൻ നമുക്ക് നമ്മുടെ സത്യാവസ്ഥ പറയാൻ പറ്റൂ. അല്ലാതെ അച്ഛന്റെയും അമ്മയുടെയും നടുക്കിരുന്ന് അവര് പറഞ്ഞു കൊടുക്കുന്ന പോലെ എന്നോട് ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന വ്യക്തിയോട് ഞാൻ എന്തായിരുന്നു പറയേണ്ടിരുന്നത്? ശ്രീ ഒന്ന് അമർത്തി മൂളി. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോ അപ്പേട്ടന്റെ വിളി വീണ്ടും എന്നെ തേടി വന്നു. ഇങ്ങനൊരു ബന്ധത്തിൽ മുന്നോട്ടു പോകാൻ ആൾക്കൊട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അപ്പേണ്ണെ എത്രയും വേഗം ഫ്രീ ആക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ വിളി. തലേന്ന് പോലും അപ്പേന്റെ അമ്മ വിളിച്ച് മോന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു പ്രതീക്ഷയുടെ കണിക ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ വിളിയിൽ അതോടെ നഷ്ടമായതും ഞാൻ തീർത്തും എന്റെ മാനസിക തീക്ഷ്ണത എത്രമാത്രം വലുതായിരുന്നു എന്ന് ഞാൻ അറിയുന്നത് അന്നേക്ക് 3-ന്റെ അന്നായിരുന്നു. ഇടത് കൈയിലെ സ്വർണവളകളെ അല്പം തള്ളി നീക്കി അവൾ ആ മുറിപ്പാളിലൂടെ വിരലൊടിച്ചു. ദേവാ, ഇത്? ശ്രീ ആ കൈ പിടിച്ച് മുറിവിലേക്കും അവളിലേക്കും മാറി മാറി നോക്കി. പെട്ടെന്നൊരു നിമിഷം ചുറ്റും ഇരുട്ടായി പോയെന്ന് തോന്നിപ്പോയി ശ്രീയേട്ടാ. ആരെയും കണ്ടില്ല. അച്ഛനെയോ സതിയമ്മയോ ആരെയും. ആ പേടിയിൽ ബാക്കിയവളെ പറയാൻ അനുവദിക്കാതെ ശ്രീ അവളെ നെഞ്ചോട് വരിഞ്ഞു മുറുക്കി. ഏറെ നേരം എടുത്തു അവനൊന്ന് നോർമലാകാൻ. താളം തെറ്റിയ അവന്റെ നെഞ്ചിടിപ്പ് വർഷങ്ങൾക്ക് മുൻപ് താൻ കണ്ണു തുറന്നപ്പോൾ അച്ഛന്റെ ശരീരത്തിൽ നിന്നും അറിഞ്ഞതിൽ നിന്ന് ഒരല്പം പോലും വ്യത്യാസമുള്ളതായി അവൾക്ക് തോന്നിയില്ല. ആരെയും ഓർക്കാതെ എങ്ങനെ തോന്നിയടി നിനക്ക്? അവളിൽ തോളിൽ പിടിച്ച് നല്ലൊരു തല്ലുകൊടുത്ത് ചോദിക്കുമ്പോഴും അവന്റെ ചുണ്ടുകൾ ഇടതടവില്ലാതെ ആ നെറുകയിൽ മുത്തുന്നുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ വല്ലതും കാണിക്കുന്നേ, തീർക്കും ഞാൻ. എല്ലുകൾ പൊടിയും പോലെ ശ്രീയുടെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കി. വല്ലാത്ത വേദന തോന്നിയതും മിത്തു ഒന്ന് പിടഞ്ഞു. അവൻ പതിയെ കൈകൾ അയച്ച് അവളെ നോക്കി. മിത്തു അവനെ നോക്കി നേർമയായൊന്ന് ചിരിച്ചു. ചിരിച്ചു മയക്കില്ല ദേവ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്.
അവൻ പല്ലി ഞെരിച്ച് അവളെ കടുപ്പിച്ചു നോക്കി. അല്ല, ഇത് കണ്ടിട്ട് നിന്റെ സതിയമ്മയൊന്നും പറഞ്ഞില്ലേ? അന്നും പിറ്റേന്നും ഒന്നും സതിയമ്മയോ അച്ഛനോ എന്നോട് മിണ്ടിയില്ല. ആ ശൂന്യതയും കൂടി താങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കരഞ്ഞു കാലു പിടിച്ചപ്പോൾ അവരും തനിക്കൊപ്പം കരഞ്ഞു. അന്ന് അങ്കിൾ സംസാരിച്ചു തുടങ്ങി. പക്ഷെ നടക്കില്ലായിരുന്നു അല്ലേ? ഓർത്തെടുക്കുമ്പോൾ ശ്രീ തിരക്കി. ഇല്ല, വീൽചെയറിലായിരുന്നു. ആശ്രമത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്നതിന്റെ അന്ന് അച്ഛൻ എനിക്ക് മുന്നിലിരുന്ന് അപ്പേട്ടന്റെ അമ്മയെ വിളിച്ചു. അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവരിതിനു മുൻപും സംസാരിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ആണോ? ശ്രീ പെട്ടെന്ന് ഇടയിൽ കയറി ചോദിച്ചു. അവളൊന്ന് മൂളി. എന്നിട്ട്? എന്നിട്ടെന്താ? ആ ഒരു ചിന്ത വന്നതും ശ്രീയേട്ടനെ പോലെ ഞാനും ഞെട്ടിപ്പോയി. എന്നായിട്ട് സംസാരിച്ച പോലെയൊക്കെയാകുമോ അച്ഛനോടും അവർ സംസാരിച്ചേക്കുക എന്ന ചിന്തയിൽ പോലും എന്റെ ഉള്ളു കിടുങ്ങി. പക്ഷെ കൂടുതൽ ആലോചിക്കും മുന്നേ തന്നെ ഉത്തരം എനിക്ക് കിട്ടി. ആ ദിവസത്തിന് മുന്നേ എപ്പോഴൊക്കെ ഞാൻ അപ്പേടിനെ പറ്റി അച്ഛനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നോ അപ്പോഴൊക്കെ മനഃപൂർവ്വമായൊരു നിസ്സഹരണം അച്ഛന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അത് കണ്ടില്ലെന്ന് അടിച്ചാണ് ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതിന്റെ കാരണങ്ങളുടെ ചുരുളകൾ ആ വിളിയിലൂടെ എനിക്ക് മുന്നിൽ അനാവരണമാകുകയായിരുന്നു. എന്തെന്നുള്ള ചോദ്യം ശ്രീയുടെ കണ്ണുകളിൽ തെളിഞ്ഞു. എന്നോട് അവർ സംസാരിച്ചതിന്റെ 1000 ഇരട്ടിയാണ് അച്ഛൻ കേട്ടിരിക്കുന്നതെന്ന് ആദ്യത്തെ 1-2 മിനിറ്റ് തന്നെ എനിക്ക് മനസ്സിലായി ശ്രീയേട്ടാ. അതാകും അന്നേ ദിവസം വരെ അച്ഛൻ തന്നോട് ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാതിരുന്നെന്ന് ആ നിമിഷം അവൾക്ക് മനസ്സിലായി. പിന്നെയും കുറെ തർക്കങ്ങൾ. പക്ഷെ കാര്യം പറഞ്ഞ് അവസാനിക്കുന്നതിന് മുമ്പ് അച്ഛൻ പറഞ്ഞു നിർത്തിയ 1-2 കാര്യങ്ങളിൽ ഞാൻ തകർന്നു പോയിരുന്നു. എന്ത് കാര്യം? അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുക്കുമ്പോഴും അതെന്തെന്നറിയാനുള്ള ഉദ്വേഗം അവന്റെ വാക്കുകളിൽ മുന്നിട്ടുന്നു. നിങ്ങൾ ഇനി കൂടുതൽ സംസാരിക്കണമെന്നില്ല. പറഞ്ഞിടത്തോളം മതി മോഹന. നിങ്ങളുടെ ആവശ്യം ഡിവോഴ്സ് അല്ലേ? അതെന്റെ മകൾ തന്നിരിക്കും. വാക്കുകൾ തോന്നുമ്പോൾ മാറ്റാൻ മിത്തു മോഹനന്റെ മകളല്ല, സന്തോഷിന്റെയാണ്. കൂടുതൽ സംസാരിക്കാൻ നിന്നാൽ നിങ്ങൾ നാണം കെടും മോഹന. എനിക്ക് എന്റെ മകൾ അന്നും ഇന്നും രാജകുമാരി തന്നെ. അത് തന്നെ പോലൊരാളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാൻ എന്റെ മകളെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളിൽ ഒരാളുടെയും പടിവാതിക്കൽ വന്ന് കാത്തു കെട്ടി കിടന്നിട്ടില്ല. ഒരാളെയും ശുപാർശയ്ക്ക് അയച്ചിട്ടില്ല. എനിക്കതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങളും നിങ്ങളുടെ മകളും കൂടിയൊക്കെയാണ് എന്റെ കുടുംബത്തിന്റെയും പിറകെ വന്നത്. എന്നിട്ട് അവസാനം നിങ്ങൾ എല്ലാരും കൂടി എന്റെ കുഞ്ഞിനെ ഒരു ജാതകദോഷക്കാരിയാക്കിയല്ലേ? നന്നായിട്ടുണ്ട് മോഹന. വാക്കുകൾ ഇടറി ഇടറി പുറത്തു വരുമ്പോഴും സന്തോഷിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ദൈവം എന്നൊരാൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ മാറ്റി പറഞ്ഞൊരു ദിവസം ഉണ്ടാകും മോഹന. എന്റെ മകളുടെ ദോഷം കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ മകന്റെ അഹങ്കാരം കൊണ്ടാണ് എനിക്കിന്നുണ്ടായ നഷ്ടങ്ങളൊക്കെയെന്ന് താൻ പറയുന്ന ദിവസം ഉറപ്പായും വരും. എടോ, ജയിക്കാൻ താൻ ഇതല്ല ഇതിനപ്പുറവും പറയുമെന്ന് എനിക്കറിയാം. ഇപ്പൊ തന്റെ മകന് ഓർമ്മയില്ലായിരിക്കാം. അതിന്റെ ബലത്തിലല്ലേ തന്റെ ഈ ഭീഷണിയൊക്കെ. അത് എന്നോട് വേണ്ട. അവൻ ഒരിക്കലും ഒന്നും ഓർമ്മ വരില്ലെന്ന് ദൈവത്തോട് കൈയെടുത്ത് പ്രാർത്ഥിച്ചോ താനും തന്റെ ഭാര്യയും? എന്നെങ്കിലും അവൻ പഴയ അപ്പുവായാൽ അവന്റെ കണ്ണിൽ നിന്നും എന്റെ മകളെ ഓർത്ത് ഒഴുകുന്നത് രക്തമായിരിക്കും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വേദന. ബാക്കി പറയാതെ അയാൾ ഫോൺ കട്ട് ചെയ്തു. കേട്ട വാക്കുകളിൽ നടന്നു നിന്ന് എന്നെ അച്ഛൻ അരികിലേക്ക് വിളിച്ചു. നിർജീവമായ ഒരു പാവ പോലെ അച്ഛൻ അരികിൽ താൻ പോയി നിന്നു. മോളോട് ചോദിക്കാതെ മോളുടെ ജീവിതത്തിന്റെ തീരുമാനം അച്ഛൻ എടുത്തു എന്ന് തോന്നുന്നുണ്ടോ? തലമുടിയിൽ തഴുകിക്കൊണ്ടായിരുന്നു ആ ചോദ്യം. അമ്മയും അച്ഛമ്മയും എങ്ങനെയാ മരിച്ചേ? മറു ചോദ്യമാണ് ഉത്തരമായി ചോദിച്ചത്. അച്ഛനൊന്ന് ശ്വാസം വലിച്ചുവിട്ടു. കട്ടിലിരിക്കുന്ന സതിയമ്മയെ നീലങ്ങളിൽ നോക്കി. സതിയമ്മ എന്തോ പറഞ്ഞതും അച്ഛൻ എന്നോട് അന്ന് അവിടെ ഇറങ്ങിയത് മുതലുള്ള കാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞു. അതിൽ അപ്പേട്ടന്റെ ഫോൺ വിളി, ഓവർ സ്പീഡ്, അച്ഛമ്മയും മായമ്മയും വണ്ടി ശ്രദ്ധിച്ചോടിക്കാൻ പറഞ്ഞത്, അങ്ങനെ അവസാനം ഓവർടേക്ക് ചെയ്ത് റാഷായി ഡ്രൈവ് ചെയ്തു വന്ന ബൈക്ക് ഇടിച്ചത് സഹിതമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. കേട്ടപ്പോൾ തറഞ്ഞിരുന്നു പോയി. അപ്പേട്ടൻ കാരണമാണ് ഇതൊക്കെ? മനസ്സിൽ അത് തന്നെ ഓടിക്കൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ അപ്പുവിനെ തീർക്കാനുള്ള ദേഷ്യമുണ്ട് മോളെ എന്റെ ഉള്ളിൽ. പക്ഷെ അപ്പോഴും നിന്റെ ഇഷ്ടം, നിന്റെ സങ്കടം അത് കാണാൻ വയ്യാത്തതുകൊണ്ട് മാത്രം ഞാൻ മോഹനെയും വിമലയും വിളിച്ചിരുന്നു. അച്ഛൻ വിളിച്ചിരുന്നോ? അവള് പിന്നെയും ഞെട്ടി. 2-3 തവണ വിളിച്ച് ഒക്കെ പറഞ്ഞിട്ടും അവരതിനെ മറ്റൊരു രീതിയിലാക്കി മാറ്റി മോളെ. ഒരു തവണ അവനോടും സംസാരിച്ചു. പക്ഷെ പകുതിക്ക് വെച്ച് വിമല ഫോൺ പിടിച്ചു വാങ്ങി. മോളുടെ ദോഷം മറക്കാൻ അവരുടെ മോനെ ഞാൻ തെറ്റുകാരനാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അപ്പുവിനോട് അവര് പറഞ്ഞു വെച്ചത്. അതുകൊണ്ടാകും നിന്നെയും വിളിച്ചതിനൊപ്പം എന്നെയും വിളിച്ച് ഡിവോഴ്സ് പെട്ടെന്ന് വേണമെന്ന് അവൻ പറഞ്ഞത്. അപ്പേണ്ണപ്പോ അച്ഛനെയും വിളിച്ചിരുന്നോ? ശരി വെക്കും പോലെ അയാൾ തലയാട്ടി. പക്ഷെ അപ്പോഴൊന്നും ഞാൻ അറിഞ്ഞില്ല മറ്റുള്ളവർക്കൊപ്പം നിന്ന് അച്ഛന്റെ മോളും കൂടി അച്ഛനെ തോൽപ്പിക്കാൻ ശ്രമിക്കുമെന്ന്.
തന്റെ കയ്യിൽ പിടിച്ച് അച്ഛൻ കരയുന്ന കണ്ടപ്പോൾ ചെയ്തു പോയ തെറ്റിന്റെ ആത്മനിന്ദയിൽ അവൾ കാൽപാദം ചുറ്റിപ്പിടിച്ചു മാപ്പിരുന്നു. പെട്ടെന്ന് അതൊക്കെ കേട്ടപ്പോ, ഇനി ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല അച്ഛേ. അച്ഛ കരയല്ലേ. നമുക്ക് ആരും വേണ്ടച്ചേ. നമുക്ക് നമ്മൾ മതി. സോറി അച്ഛേ. ആർത്തലച്ചു കരയുന്ന മിത്തുവിനെ സതി ചേർത്തു പിടിച്ചു. എന്നോട് പിണങ്ങല്ലേ സതിയമ്മേ. ഞാനിനി സതിയമ്മേ. ഏറെ നേരം അങ്ങനെ ഇരുന്നു. മൗനം കൊണ്ട് ഞാൻ അവരോട് തന്നെ പടവെട്ടി. അവസാനം ഒരു തീരുമാനം പോലെ അച്ഛനോടും സതിയമ്മയോടും പറഞ്ഞു, അച്ഛൻ എന്തു പറഞ്ഞാലും എനിക്ക് സമ്മതമാണ്. മോളെ, വേണ്ട സതിയമ്മേ. ഒരുപാട് സങ്കടമുണ്ട്. പക്ഷെ എന്നാലും വേണ്ട. ഇനി എനിക്ക് അപ്പേട്ടനെ വേണ്ട. ശ്രീ അവളുടെ ഇരു കൈയും തന്റെ കൈക്കുള്ളിലാക്കി. ദേവാ, അവൾ മിഴികൾ ഉയർത്തി. എടുത്ത തീരുമാനം തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെന്നവൾ തലയാട്ടി. പിന്നെന്തിനാ ഇപ്പൊ ഈ സങ്കടം? അറിയില്ല ശ്രീയേട്ടാ. പെട്ടെന്നൊക്കെ ഓർത്തപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. സോറി. പോട്ടെ. ശ്രീ അവളുടെ കവിളിലൊന്ന് തട്ടി. ഇറങ്ങിയിട്ട് ആ മുഖം ഒന്ന് കഴുകിയിട്ട് വാ. മിത്തു കാറിൽ നിന്നും ഇറങ്ങി മുഖം കഴുകാൻ തിരിഞ്ഞതും പുറകിൽ ശ്രീ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചോദിക്കും മുന്നേ കർച്ചീഫ് അവൾക്കായി നീട്ടി. മുഖം തുടച്ച് അവൾക്ക് മുന്നിലേക്ക് കയറി. ഇനി പോകാലോ അല്ലേ? അവിടെ പോയാൽ നീ ഇനിയും കരഞ്ഞു കൊളമാക്കുമോ കൊച്ചേ? നാണം കെടുത്തല്ലേടി എന്നെ. അവൻ കളിയാക്കിക്കൊണ്ട് വണ്ടിയെടുത്തു. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ കരച്ചൂന്നൊക്കെ ഇരിക്കും. അവന്റെ അതോ ടോണിൽ മറുപടി പറയുമ്പോഴും എന്ത് കാര്യം കൊണ്ടും അപ്പുവിന് മുന്നിൽ തളരില്ല എന്ന് സ്വയം ഉറപ്പു കൊടുക്കുകയായിരുന്നു മിത്തു ആ നേരം. അതേസമയം ഇനിയും അവളെ ഒരു കാരണത്തിനും കരയിക്കാൻ കൊടുക്കാതെ താങ്ങായി ഒപ്പം ഉണ്ടാകണമെന്ന് ശ്രീയും മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു. അപ്പോൾ നിറയെ 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 ഇഷ്ടത്തോടെ നന്ദുവച്ചു കൃഷ്ണ. അടുത്ത ഭാഗമായിട്ട് വേഗം കാണാം കേട്ടോ. അപ്പം കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.